നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം ഓപ്പൺ ആയിരിക്കുമ്പോൾ പല വിധത്തിലുള്ള റൂമറുകളും മറ്റുമൊക്കെ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ ബാഴ്സയുമായി ബന്ധപ്പെട്ട് പല വാർത്തകൾ വരുന്നു. ഇപ്പോൾ ട്രാൻസ്ഫർ ജാലകത്തിൽ പലരും വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു ക്ലബ്ബാണ് ബാഴ്സ. കാരണം റോഡ്രി, ഹുലിൻ അൽവാരസ്, ഫെറാൻ ടോറസ് പുറത്തേക്ക് പോകുന്നതൊക്കെയായിട്ട് അവിടെയാണ് പലരുടെയും ശ്രദ്ധ. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാതെ ഒരുമിച്ച് ബാഴ്സലോണയുടെ കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞു പോവുകയാണ്. ഒന്നാമത്തത് റോഡ്രിയുടെ കാര്യത്തിൽ തന്നെ തുടങ്ങാം. റോഡ്രിയുടെ കാര്യത്തിൽ മുണ്ടോ ഡിപ്പോർട്ടിവോ ലേറ്റസ്റ്റ് വിവരം തന്നിട്ടുള്ളത് ബാഴ്സലോണ ആർ നൗ വെരി ക്ലോസ് ടു റീച്ചിങ് ആൻ എഗ്രിമെൻറ്റ് വിത്ത് മാഞ്ചസ്റ്റർ സിറ്റി ഫോർ റോഡ്രി എന്നാണ്. അതായത് എഗ്രിമെൻറ്റിലെത്തുന്നതിൻ്റെ വളരെ തൊട്ടരികിലാണുള്ളത്. ഡീല് പ്രതീക്ഷിക്കുന്ന 55 മില്യൺ യൂറോ ഫിക്സഡ് പ്ലസ് വേരിയബിൾസ്. അതോടൊപ്പം തന്നെ ഒരു പോസിബിലിറ്റി ഉള്ളത് ബാഴ്സലോണയുടെ ഒരു പ്ലെയർ കൂടി ഇതിൽ ഇൻവോൾവ് ആവാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമാവാൻ സാധ്യതയുണ്ട്. ഒരു ബാഴ്സ താരം സിറ്റിയിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടി ഇതിലുണ്ട് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വളരെ സ്മോൾ ഡീറ്റെയിൽസ് കൂടി മാത്രമേ ഇനി ഫൈനലൈസ് ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയും ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആവുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ മുണ്ടോ ഡിപ്പോർട്ടിവോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ വിവരത്തിൽ ഈ ഒരു വിഷയത്തിൽ വിവരം തന്നിട്ടുള്ളത്. ഹുലിൻ അൽവാരസുമായി ബന്ധപ്പെട്ട് ഇന്ന് സ്പോർട്ടിൻ്റെ കവർ പേജ് തന്നെ ഹുലിൻ അൽവാരസ് ആണ്. അതിൽ പറയുന്നത് ഹുലിൻ അൽവാരസ് OISLD ഏതാണ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ ഡേ ആണിന്ന്. ഹുലിൻ അൽവാരസിൻ്റെ ഡിസിഷൻ ഡേ ആണിന്ന് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മുണ്ടോ ഡിപ്പോർട്ടിവോയുടെ ആ ഒരു ടൈറ്റിലും ഇന്നിങ്ങനെയാണ്, എൽ ടേണോ ഡി ഹുലിയൻ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഹുലിയൻ്റെ ടേൺ, ഇനി തീരുമാനങ്ങൾ ഹുലിയനാണ് എടുക്കേണ്ടത് എന്ന തരത്തിലാണ് വാർത്ത വരുന്നത്. അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, താരം ഇന്ന് കോച്ചുമായിട്ട് സംസാരിക്കും. ഇന്ന് അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡിൽ റീജോയിൻ ചെയ്യും. എന്നിട്ട് കോച്ച് ഡിയേഗോ സിമിയോണിയുമായിട്ട് തനിക്ക് ബാഴ്സലോണയിലേക്ക് പോകാനുള്ള താല്പര്യം പങ്കുവെക്കും എന്നാണ് ലഭിച്ചിട്ടുള്ള വിവരം. എന്തായാലും അതിൽ നമുക്ക് കാത്തിരിക്കാം എന്ത് ഫൈനൽ തീരുമാനം വരുമെന്ന്. ഗാസ്നഡൂലി കാര്യം റിപ്പോർട്ട് ചെയ്ത് നമ്മൾ നേരത്തെ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. അതിൽ പക്ഷേ ഗാസ്നഡൂല് പറയുന്നത് ഇന്ന് തന്നെ ഒരു ഫൈനൽ തീരുമാനം പ്രതീക്ഷിക്കേണ്ട എന്നാണ്. ഇനി ഒരു ബൊംബാസോ എന്നൊക്കെ പറയാവുന്ന പോലെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുള്ളത് ജെറാഡ് റൊമേറോയുടെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹൂൾസ് കൂണ്ടെ ഹാസ് ഓഫേഴ്സ് ഫ്രം പ്രീമിയർ ലീഗ് ക്ലബ്സ്, ഹി വിൽ ഹാവ് ടു ഡിസൈഡ് എന്നാണ്. അത് സംഭവിച്ച ബാഴ്സയുടെ ഡിഫൻസിൽ വീണ്ടും അഴിച്ചുപണിയിലേക്ക് പോകേണ്ടി വരും. റൊണാൾഡോ റൗഹോ വളരെ അപ്രതീക്ഷിതമായിട്ട് ക്ലബ്ബ് വിട്ടു പോയത് നമ്മൾ കണ്ടതാണ്. അതായത് ഹൂൾസ് കൂണ്ടയ്ക്ക് പ്രീമിയർ ലീഗിൽ നിന്ന് ഓഫറുകളുണ്ട്. അദ്ദേഹം ഇനി അതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട് എന്നാണ്. താരം പോകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അതോടൊപ്പം ഫെറാൻ ടോറസിൻ്റെ കാര്യത്തിൽ മാറ്റിയോ മൊററ്റയുടെ റിപ്പോർട്ടുണ്ട്. അത് പറയുന്നത് എങ്ങനെയാണ്, ഫെറാൻ ടോറസ് വാണ്ട് ഹിസ് ട്രാൻസ്ഫർ സിറ്റുവേഷൻ ടു ബി all solved by August 12. PSG is expected to send their official bid in the next hours എന്നാണ് റിപ്പോർട്ട്. അതായത് ഓഗസ്റ്റ് 12 തന്നെ ഈ ഒരു ഡീല് കംപ്ലീറ്റ് ആവണം എന്നുള്ളതാണ് ഫെറാൻ ടോറസ് ആഗ്രഹിക്കുന്നത്. കാരണം ആ സമയത്താണ് അദ്ദേഹത്തിന് ബാഴ്സലോണയിലേക്ക് തിരികെ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഡീല് കംപ്ലീറ്റ് ചെയ്ത് PSG പോകാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഫെറാൻ ടോറസ് തൻ്റെ ബാഴ്സലോണയിലെ വീട് റോഡ്രിക്ക് ഹാൻഡ് ഓവർ ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഈ രണ്ട് ട്രാൻസ്ഫറുകളും സേട്ടനാണ് എന്ന് തന്നെയാണ് ലഭ്യമാവുന്ന സൂചനകൾ. മറ്റൊരു കാര്യം കൂടി ഗാസ്നഡൂല് റിപ്പോർട്ട് ചെയ്യുന്നത് ക്യൂട്ടി റൊമേറോയുടെ കാര്യത്തിലാണ്. ബിഫോർ വേൾഡ് കപ്പ് ക്യൂട്ടി റൊമേറോക്ക് താല്പര്യം ബാഴ്സലോണയിലേക്ക് ചേരാനായിരുന്നു. പക്ഷേ പിന്നീട് ഒരു കോൺക്രീറ്റ് ഓഫറൊന്നും ബാഴ്സലോണയിൽ നിന്ന് വന്നില്ല. അതേസമയം ഇന്റർ മിലാനും അത്ലറ്റിക്കോ മാഡ്രിഡും താരത്തിനായിട്ട് നീക്കങ്ങൾ നടത്തുകയും ചെയ്തു. ഇപ്പം ഏറ്റവും അധികം സാധ്യത അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് പോകാൻ തന്നെയാണ് എന്ന് ഗാസ്നഡൂല് വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അവിടെ നടക്കുന്ന ട്രാൻസ്ഫർ വിഷയങ്ങൾ. ഇതാണ് അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് വിവരങ്ങൾ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയുക. ഇനി എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണണം. മാർക്ക് കസാഡോയുടെ കാര്യം കൂടി നമുക്കൊന്ന് എടുത്ത് പറയേണ്ടതുണ്ട്. മാർക്ക് കസാഡോ ബാഴ്സയിൽ നിൽക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം എന്തായാലും അവിടെ തുടരില്ല എന്നുള്ള കാര്യം ഒഫീഷ്യലി ഇന്നലെ തന്നെ ഹൻസി ഫ്ലിക്കൊക്കെ വ്യക്തമാക്കിയതാണല്ലോ. ഇപ്പോൾ അദ്ദേഹത്തിന് വളരെ സിഗ്നിഫിക്കൻ്റ് ഓഫേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഇതുവരെ ഒരു ഫൈനൽ തീരുമാനം എടുത്തിട്ടില്ല. അദ്ദേഹത്തെ ബാഴ്സലോണ വുഡ് ലവ് ഫോർ ഹിം ടു ലീവ് ഫോർ സൗദി അറേബ്യ. അങ്ങനെയാണെങ്കിൽ ജാവോ കൺസോലയെ സൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അതിലൂടെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും
എന്നാണ് ബാഴ്സ ആഗ്രഹിക്കുന്നതെന്നാണ് ജെറാർഡ് റൊമേറോയുടെ റിപ്പോർട്ട്. അത് കൺസെലോയെ തിരികെ എത്തിക്കണം. കൺസെലോ ഇപ്പോൾ അൽ ഹിലാലിലാണുള്ളത്. അൽ ഹിലാലിൽ നിന്ന് അദ്ദേഹത്തെ തിരികെ എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കസാഡോ സൗദിയിലേക്ക് പോവുകയാണെങ്കിൽ നെഗോസിയേഷൻ എളുപ്പമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് ബാഴ്സലോണക്കാരുള്ളത് എന്നാണ് ജെറാർഡ് റൊമേറോയുടെ റിപ്പോർട്ട്. ഏതായാലും റൂണിയുടെ കാര്യവും മാർക്ക് കസാഡോയുടെ കാര്യവും വളരെ കൃത്യമായിരുന്നു. അവർ അടുത്ത സീസണിലേക്കുള്ള ബാഴ്സ സ്ക്വാഡിൽ ഉണ്ടാവില്ല എന്നുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് ചെയ്തു.